ഇലുമ്പയിൽ വകയും നമുക്ക് കിട്ടാനില്ല. നിങ്ങളുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ, നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ബക്കറ്റുമായി വരുന്ന പ്രവർത്തകരെ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ ഓണംപിള്ളിയെ സാദരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅ്ദറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. വേദിയിലുള്ള അഭിയന്തരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹധന്യരായ സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വീതിയിൽ ആ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം വിജയകരമാണ് എന്ന് മാത്രമല്ല, അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ജനപിന്തുണയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കഴിയും വിധമുള്ള അംഗീകാരമുള്ളത് എന്ന് തെളിയിക്കുന്ന വിധമാണ് വലിയ പ്രചരണങ്ങളോ പ്രചണ്ഡമായ കോലാഹലങ്ങളോ ഇല്ലാതെ തന്നെ നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തിലെ സാന്നിധ്യങ്ങൾ, ജനസാന്നിധ്യം നമുക്ക് വിളിച്ചറിയിച്ചു തരുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർത്തുപോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعِظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا قَالُوا مَعْذِرَةً إِلَى رَبِّكُمْ وَلَعَلَّهُمْ يَتَّقُونَ. ഒരു ജനതയിലെ 3 വിഭാഗം ആളുകളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. തിന്മയുടെ മാർഗത്തിൽ ജീവിക്കുകയും തിന്മ ജീവിതമാക്കി മാറ്റുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളോട് അരുതെന്ന് പറയുകയും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ സമരപരിപാടികൾ, ആ അർത്ഥത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വിഭാഗം ആളുകൾ, അവരതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ മറ്റൊരു വിഭാഗം ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി ആക്കിരു പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി ആക്കിരു പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി.
അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി കണ്ണിയത്തുസ്താദെന്ന മഹാവലിയോരുടെ കാൽപ്പാടുകളെ ഗമിച്ച് ശംസുൽ ഉലമ എന്നൊരു തങ്കത്തിങ്കളുതി ക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നിരുന്നു എന്ന് പറയണം. വലഅല്ലഹും യത്തഖൂൻ മാത്രവുമല്ല, അക്കൂട്ടത്തിൽ ആരെങ്കിലും നന്നായി വന്നാലോ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഈ വിഭാഗം ആളുകൾ ചോദിക്കുന്നത്. അത്തരത്തിൽ നന്നായി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേദി തുറന്നിട്ട് വെക്കുകയും അവർക്കർശമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത SKSSFന്റെയും സമസ്തയുടെയും ഈ പരിപാടിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 3 വിഭാഗം ആളുകളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പരിചയപ്പെടുത്തിയത്. ഒന്ന് ഉമ്മത്തുൻ സാക്കിത്തയാണ്, നിശബ്ദമായി നിന്നവരാണ്. രണ്ടാമത്തേത് ഉമ്മത്തുൻ നാസിയയാണ്, തിന്മയുടെ പിന്നാലെ ജീവിച്ചവരാണ്. മൂന്നാമത്തെ വിഭാഗം ഉമ്മത്തുൻ നാഹിയയാണ്, തിന്മക്കെതിരെ പോരടിച്ചവരാണ്, തിന്മയോട് സന്ധി ചെയ്യാനാവില്ലെന്ന് പറഞ്ഞവരാണ്. തിന്മക്കെതിരായി അതിശക്തമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്തവരാണ്. അൽഹംദുലില്ലാഹ്, ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആലോചിക്കുന്നത്, തിന്മക്കെതിരെ പോരടിച്ചവർ അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവർക്കാണ് അവസാനം വിജയമുണ്ടായത് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ഉമ്മത്തുൻ സാക്കിത്തേക്ക് വേണമെങ്കിൽ ഒരു ടൗൺ ഹാളിൽ ഒതുങ്ങാമെന്നല്ലാതെ മുതലക്കുളം മൈതാനിയിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കാതെ പോകാൻ കാരണം, അങ്ങനെ നന്മ എന്ന് പറയുന്നതിന് വേണ്ടി തിന്മക്കെതിരെയുള്ള പോരാട്ടം എന്നത് ഖുർആൻ നൽകുന്ന ബാധ്യതയാണെന്ന് ഏറ്റെടുക്കാൻ ഖുർആൻ പഠിച്ചവർക്ക് സാധിക്കൂ എന്നതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയുമായി വലഅല്ലഹും യത്തഖൂൻ. നന്നായാലോ, ആരൊക്കെ നന്നാവുന്നുണ്ട്, നന്നാവുന്നവർക്കൊക്കെയും സ്വാഗതം. അങ്ങനെ ആ അർത്ഥത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവനും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വലഅല്ലഹും യത്തഖൂൻ, അവരൊക്കെ മുത്തഖീങ്ങളായാലും. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫലമ്മാ നസൂ മാ ദുഖിറൂ ബിഹി, അവർ നൽകപ്പെട്ട ഉപദേശങ്ങൾ മുഴുവൻ മറന്നുപോയപ്പോ അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മക്കെതിരായ പോരാട്ടം നടത്തിയ വിഭാഗം ആളുകളെ നാം രക്ഷപ്പെടുത്തി എന്നാണ് വിശുദ്ധ ഖുർആന്റെ പക്ഷം. ആ തിന്മകൾ ഏതുമാകാം, ഏത് തരങ്ങളിലുമാകാം, പ്രത്യേകമാണ് വിശ്വാസ വൈകല്യം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ പോലും വാണിഭത്തിൽ വെക്കാൻ തീരുമാനിച്ചപ്പോ വളരെ ശക്തമായി അതിനെതിരായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ്. ഞങ്ങൾ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് 1000 തവണ 1000 കുതിരശക്തിയോടുകൂടെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ആര് തടച്ചാലും നിൽക്കാത്ത വിധം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അത് ഉമ്മത്തുൻ നാഹിയയുടെ പരിപാടിയാണ്, തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഈ മുടി മാത്രമല്ല ഞങ്ങളുടെ അജണ്ടയിലുള്ളത്. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരായി വളരെ ശക്തമായി പ്രതികരിക്കുകയും അതിലിടപെടുകയും ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തെ ക്യാമ്പയിനിൽ പ്രധാനമായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുദ്രാവാക്യം തന്നെ സുഹൃതങ്ങളുടെ സമുദ്രണത്തിന് എന്ന മുദ്രാവാക്യമാണ്. ഈ നാട്ടിൽ നിന്നുണ്ടായിട്ടുള്ള മുഴുവൻ ജീർണതകൾക്കെതിരെയും അധാർമിക പ്രവണതകൾക്കെതിരെയും നമ്മൾ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. സമൂഹത്തിന്റെ സദാചാര ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുതരം ലൈംഗിക മനോരോഗികളുടെ നാടായി മാറുന്ന വിധം അപകടകരമായ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്യാമ്പയിനിൽ. വളരെ വ്യക്തമായ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇന്നത്തെ അധാർമിക പ്രവണതകൾക്കെതിരെ ശക്തമായി പറയാൻ, അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയത്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നിർമ്മാണാത്മക പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് പറയുന്നവരോട് പറയട്ടെ, ഇതെല്ലാം ബാധ്യതയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിയുടെ ഉത്തമമായ അവന്റെ ദൗത്യവുമായി ഏറ്റെടുക്കുക തന്നെയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ചെയ്തത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസത്തിന്റെ ഈ പാന്താവിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളായ ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽവിലാസമായി പടച്ച തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ ഉത്കൃഷ്ട സമൂഹമാണ്, നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഏതാണ് നിങ്ങളുടെ മേൽവിലാസമെന്നോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ്, വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അതിനെന്തൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. ഒരു കാലത്ത് വാമൊഴിയായിരുന്നെങ്കിൽ പിന്നെ വരമൊഴിയായെങ്കിൽ ഇപ്പോ അനിവാര്യമായി നമ്മുടെ കൊച്ചുമക്കളുടെ കൈകളിൽ പോലും ഇരിക്കുന്നത് കമ്പ്യൂട്ടറുകളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ മഹാരാജ്യം പുരോഗതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം,
നമ്മുടെ സ്കൂളുകളിൽ പോലും ആകാശ് പോലെയുള്ള പ്രത്യേക പാമ്പുകൾ ടാബുകൾ കൊണ്ടുവരപ്പെടുകയും ആ നിലയിൽ കൊച്ചുമക്കൾക്ക് പോലും കൈപ്പുസ്തകങ്ങൾ അന്യമാവുകയും ചെയ്യുന്ന ഒരു കാലം വരികയാണ്. ഇതിന്റെ മുന്നേ നടക്കേണ്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതുകൊണ്ടാണ് SKSFന്റെ പരിപാടികൾ വസ്തുനിഷ്ഠമായി ചില ആളുകൾ പറഞ്ഞതെന്താണ്, അവരെന്ത് പ്രവർത്തിച്ചു, അവരെന്ത് ഇന്നലെ പറഞ്ഞു വന്നത് വസ്തുനിഷ്ഠമായി പറയാൻ ആവശ്യമാകുന്ന വിധം ക്ലിപ്പുകളിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് സംബന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു.